ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തിരിച്ചുവരവാണ്. ഇന്ത്യൻ ജനാധിപത്യം കൂടുതൽ കരുത്തു പ്രാപിച്ച ദിവസമാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ വിജയ ദിവസമാണ്. അത് പൊട്ടിച്ചെറിഞ്ഞ് തടവറ ഭേദിച്ച് ഒരു ജനത അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കൂടുതൽ മെച്ചപ്പെട്ട ഇന്ത്യക്ക് വേണ്ടി നടത്തിയ പോരാട്ടമാണ്. ഞാൻ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ദിവസങ്ങളോളം ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു ആത്മവീര്യവും മനസ്ഥൈര്യവും ആ ഒരു നിശ്ചയദാർഢ്യവും നമുക്ക് തൊട്ട് അറിയാൻ പറ്റി. ഭരണഘടനയും പിടിച്ചൊരു ജനത തെരുവിലേക്ക് ഇറങ്ങിയത് അതിന് ലോകത്തെല്ലായിടത്തും ഇത്തരം സന്ദർഭങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നത് പോലെ ഇന്ത്യൻ കൗമാരം അതിന് നേതൃത്വം കൊടുത്തു. ആ കൗമാരത്തിൻ്റെ പോരാട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിറങ്ങി. അതാ ഞാൻ പറഞ്ഞത്, ജനാധിപത്യത്തിൻ്റെ വലിയ ഇത് തുടക്കം മാത്രമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന തുടക്കം മാത്രമാണ്. അതിശക്തമായ മുന്നേറ്റങ്ങൾ ഇനിയും ഉണ്ടാകും. അതായത് ഇത്രത്തോളം ഇഴകോർക്കപ്പെട്ട ഇവരെ ഏതു രൂപത്തിൽ അടിച്ചമർത്തിയാലും ഇവര് അവസാനം വരെ ഇവിടെ തന്നെ ഉണ്ടാവും. അടിച്ചമർത്താൻ പോകുന്നവൻ പിന്തിരിയിലല്ലാതെ ഇവരൊരു ഇഞ്ച് പിന്നോട്ട് പോകില്ല എന്നുള്ള വലിയൊരു നിശ്ചയദാർഢ്യത്തോടുകൂടി അവർ നിൽക്കുന്നത്. ഇത് അതിശക്തമായ പോരാട്ടം. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നു, ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. വർഗീയതക്കെതിരായ പോരാട്ടം, കൂടുതൽ മെച്ചപ്പെട്ട ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടം, ആ പോരാട്ടം അതിശക്തമായി തുടരാൻ ഈ രാജ്യത്തിനാകെ കൊടുത്ത ആത്മവിശ്വാസമാണ് ഈ സമരം, ഇതിൻ്റെ വിജയം. അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ, സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് മറ്റെല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റി. ആസൂത്രണ ബോർഡിലേക്കുള്ള PSC പരീക്ഷയിൽ ഇടതനുകൂല യൂണിയൻ അംഗത്തെ 1-ാം റാങ്കിൽ എത്തിക്കാൻ നടന്നത് വൻ ആസൂത്രിത ഗൂഢാലോചന. 1-ാം റാങ്കുകാരൻ എഴുതാത്ത 58 മാർക്കിന്റെ ചോദ്യങ്ങൾ മൂല്യനിർണ്ണയത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. ഇതോടെ ശരിയുത്തരം എഴുതിയ മറ്റുദ്യോഗാർത്ഥികളുടെ 50-ലേറെ മാർക്ക് നഷ്ടമായി. യഥാർത്ഥ മൂല്യനിർണ്ണയം നടന്നിരുന്നുവെങ്കിൽ 1-ാം റാങ്കുകാരൻ ചുരുക്കപ്പട്ടികയിൽ പോലും വരില്ലായിരുന്നു എന്നും SITയുടെ കണ്ടെത്തൽ. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2023 ജൂലൈ 13 നടന്ന ആസൂത്രണ ബോർഡ് പരീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളോട് കൊടും ചതി നടന്നത്. 1,25,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയത് ഇടതനുകൂല സംഘടനയായ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രവർത്തകൻ അരുൺ ജെ പ്രതാപായിരുന്നു. ഇദ്ദേഹം എഴുതിയ 6 ഉത്തരങ്ങൾ തെറ്റിപ്പോയി. 4 എണ്ണത്തിന് ഉത്തരവും എഴുതിയില്ല. അങ്ങനെ 58 മാർക്ക് നഷ്ടമായി. മൂല്യനിർണ്ണയ സമയത്ത് ഇദ്ദേഹത്തിന് മാർക്ക് നഷ്ടമായ 10 ചോദ്യങ്ങളിൽ ആർക്കും മൂല്യനിർണ്ണയം നടത്തേണ്ട എന്ന് തീരുമാനിച്ചു. ഇതോടെ ആ 10 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് 50 മാർക്ക് വരെ കുറഞ്ഞു. 1-ാം റാങ്കുകാരന് യഥാർത്ഥത്തിൽ 2-ാം റാങ്കുകാരനേക്കാൾ 57 മാർക്ക് കുറവായിരുന്നു. 1-ാം റാങ്കുകാരൻ എഴുതാത്ത 58 മാർക്കിന്റെ മൂല്യനിർണ്ണയം വേണ്ട എന്ന് വെച്ചതോടുകൂടിയാണ് 2-ാം റാങ്കുകാരനെ ഒറ്റ മാർക്കിന് പിന്തള്ളി അദ്ദേഹം 1-ാമതെത്തിയത്. യഥാർത്ഥ മൂല്യനിർണ്ണയം നടന്നിരുന്നുവെങ്കിൽ ഈ 1-ാം റാങ്കുകാരൻ ചുരുക്കപ്പട്ടികയിൽ പോലും വരില്ലായിരുന്നുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇടതനുകൂല യൂണിയൻ അംഗത്തെ 1-ാം റാങ്കിലെത്തിച്ച് ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി ഉറപ്പിക്കാൻ PSCയിലെ ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ ഗൂഢാലോചന നടന്നെന്നാണ് SIT സംശയിക്കുന്നത്. PSC ചെയർമാൻ MR ബൈജു 1-ാം റാങ്കുകാരൻ അംഗമായ KGOA എന്ന സംഘടനയുടെ സംസ്ഥാന നേതാവായിരുന്നു. എന്തൊക്കെ മര്യാദകേടുകൾ, ആവർത്തന ചോർച്ചകൾ, എത്ര വിദ്യാർത്ഥി ആത്മഹത്യ, എന്തുണ്ടായാലും ഒന്നും സംഭവിക്കില്ല. അക്കൗണ്ടബിലിറ്റി ആയില്ലെങ്കിൽ ആർക്ക് ഛേദം, ആരുണ്ട് ചോദിക്കാൻ എന്ന അധികാരത്തിന്റെ ധാർഷ്ട്യം കൂറകൾ എന്ന് സ്വയം വിളിച്ച കുറച്ച് പിള്ളേര് ദേശീയ പതാകയുമായി ഇരമ്പിയെത്തി കരുത്തരൊരു മന്ത്രിയെ, ഒരു പ്രധാനിയെ വീട്ടിലിരുത്തി അധികാരത്തിന്റെ അഹങ്കാരം അവസാനിപ്പിച്ച് മടങ്ങിയതിന്റെ പകപ്പ് തീർന്നിട്ടില്ല. ആ പക അടങ്ങിയിട്ടില്ല. രാപ്പകൽ കഷ്ടപ്പെട്ട് കുട്ടികൾ പഠിച്ച ചോദ്യപേപ്പർ ലക്ഷങ്ങൾ കൊടുത്ത് പിൻവാതിൽ വഴി വാങ്ങി വെറും മൊണ്ണകൾ പൂത്തകാശത്തിന്റെ കരുത്തിൽ റാങ്ക് ലിസ്റ്റിൽ കടന്ന നെറികെട്ട പണി ബാധിച്ചത് 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളെങ്കിൽ അതിനേക്കാളധികം ഉദ്യോഗാർത്ഥികളെ ബാധിക്കുന്ന തട്ടിപ്പിൽ മുഖം നഷ്ടപ്പെട്ട നിൽപ്പാണ്. ചരിത്രത്തിലാദ്യമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടേണ്ടി വരുന്ന ഗതികേടിൽ കേരള PSC പാർട്ടി സർവീസ് കമ്മീഷനായി അധപ്പതനമാണ്. ഒരു ജോലി എന്ന ലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷാഗോപുരമാവേണ്ട ഒരു സ്ഥാപനം, അതിന്റെ വിശ്വാസ്യത ആറടി മണ്ണിൽ അടക്കി അതിനു മുകളിൽ വാഴ വെച്ച മട്ടിലാണ് കണ്ടെത്തലുകൾ SITയുടെ അന്വേഷണം വഴി. പണ്ട് കൂടെ പഠിച്ചവന്റെ കൂമ്പിന് കത്ത് കയറ്റാൻ കൈവറക്കാത്ത ഒരു ഗൂണ്ട ക്രമസമാധാനം പാലിക്കേണ്ട പോലീസ് റാങ്കിൽ കയറി ശാസ്ത്രീയമായി കോപ്പിയടിച്ചാണെങ്കിൽ അതിന്റെ 1000 ഇരട്ടി അധമപ്പണിയാണ് ആസൂത്രണ ബോർഡിൽ നടത്തിയ ആസൂത്രിത വഞ്ചന. അധികാര സാറന്മാർക്ക് അവരുടെ ഓമനപുത്രനെ 1-ാമനാക്കണം. കഴിവില്ലാത്ത ഈ നേതാവിന് ചോദ്യങ്ങൾ 6 തെറ്റി, 4 അറിയില്ല. ഞങ്ങളുടെ കക്ഷിക്ക് മാർക്കില്ലെങ്കിൽ ആർക്കും വേണ്ട 10 ചോദ്യം വെത്തി അട്ടത്താക്കിയ കീമാപ്പണിയാണ്. ആ 10 ചോദ്യങ്ങൾ മാർക്കിട്ടാൽ ഈ കക്ഷിക്ക് 1-ാം റാങ്ക് പോയിട്ട് 110-ാം റാങ്ക് പോയിട്ട് പട്ടികയിലേ വരില്ല. ഉദ്യോഗാർത്ഥി വഞ്ചന, ഉഡായിപ്പ് മാക്സിമത്തിലാണ്. നെപ്പോട്ടിസം അതിൽ മാത്രമാണോ? SITക്ക് പോയകാല പരീക്ഷകളിൽ 10 20 അല്ല, പരാതികളുടെ കുത്തൊഴുക്കാണ്. അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷെ IASന്റെ കേരള ബദൽ KSൽ കയറിക്കൂടിയ ആൾക്കാരുടെ കണക്കെടുക്ക സാറെ, കേരളം അറിയും. അധികാരത്തിന്റെ മറവിൽ ഇഷ്ടക്കാർക്ക്, ബന്ധക്കാർക്ക്, സ്വന്തക്കാർക്ക് ഒരു സിംഗിൾ വിൻഡോ. ആ വഞ്ചനയിൽ ജോലി വാങ്ങിയവർ ആ ശമ്പളത്തിന് വാങ്ങിച്ചിരുന്ന് ചോറ് കള്ളച്ചോറാണ്. ഓർത്തോ, രാജ്യ തലസ്ഥാനത്തെ വിദ്യാർത്ഥി സമരത്തിൽ ഐക്യദാർഢ്യം നല്ല കാര്യം. തീവണ്ടി കയറിപ്പോയവർ, ഹല്ലാബോൽ വിളിച്ചവർ,
ഈ കേരളത്തിൽ നിങ്ങളുടെ അധികാരകാലം നടന്ന ഈ തെമ്മാടിപ്പണയിൽ മയത്തിലുമെങ്കിലും ഒരു 4 വാക്ക് പറ. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. കണ്ണുപൊട്ടന്മാരോ? അല്ല, കുരുടന്മാരാ. ഓ, ഞാൻ കരുതി അന്ധന്മാരായിരിക്കും. അതെ, ബ്ലൈൻഡന്മാർ. ഓ, PG ഇവിടെ ആമുഖമായിട്ട് PG പറഞ്ഞത് കേരളത്തിലെയും യുവാക്കളുടെ രക്ഷയ്ക്ക് പാറ്റുകൾ ഇറങ്ങേണ്ടി വരുമോ എന്നാണ്. പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ സഹായം അഭ്യർത്ഥിക്കാനുള്ളത് മറ്റു ചിലരോടാണ്. നമുക്കറിയാം, നീറ്റ് ക്രമക്കേടിനെതിരെ യുവാക്കളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ പോയി സമരം ചെയ്ത CPM-ന്റെ 4-ഉം CPI-യുടെ 2 മലയാളി MP-മാരുണ്ട്. ജോൺ ബ്രിട്ടാസ് ഉണ്ട്, A. റഹീമുണ്ട്, V. ശിവദാസനുണ്ട്, K. രാധാകൃഷ്ണനുണ്ട്, പിന്നെ CPI-യിൽ നിന്ന് സന്തോഷ് കുമാറുമുണ്ട്, സുനീറും ഉണ്ട്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അവരോടാണ്. അടുത്ത വിമാനത്തിൽ കയറി കേരളത്തിലേക്ക് വന്ന് ഇവിടെ അവരുടെ പാർട്ടിയുടെ സർക്കാർ ഭരിക്കുമ്പോൾ നിയമിച്ച PSC-യുടെ ഭരണസമിതി അവർ നടത്തിയിരിക്കുന്ന ഈ തട്ടിപ്പ് പരീക്ഷയിൽ അവകാശം ഒപ്പം അവസരം നഷ്ടപ്പെട്ടിരിക്കുന്ന യുവാക്കൾക്ക് വേണ്ടി ഭരണഘടന അനുവദിക്കുന്ന രീതിയിൽ സമാധാന സമരം ചെയ്ത് കാണിക്കണം. അത് മാത്രം ചോദിക്കരുത് സാർ, പറയാൻ എനിക്ക് വാക്കുകളില്ല. അപ്പൊ അവിടെ അവർ ഈ സമരത്തിന് കൊണ്ടുപോയിരിക്കുന്ന പോലെ ഭഗത് സിംഗിന്റെയും BR അംബേദ്കറുടെയും ഒക്കെ ചിത്രങ്ങളുമായിട്ട് പട്ടത്തെ PSC-യുടെ ഓഫീസിന്റെ അടുത്ത് ആ റോഡിൽ സമാധാനപരമായിട്ട് സമരം ചെയ്യാനായിട്ട് അവർ വരണം. അതിനവർ വരുന്നില്ല എങ്കിൽ അത് ശുദ്ധമായിട്ടുള്ള ഇരട്ടത്താപ്പാണ്. അതെല്ലാവർക്കും മനസ്സിലാകും. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇത് അപകടകരമായിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ ഒരാൾക്ക് വേണ്ടി റിഗ് ചെയ്യുന്ന പണിയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് എന്ന് പറയുമ്പോൾ നിരവധി ആൾക്കാരെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ചെയ്യുകയാണ്. ഇത് ഒരൊറ്റ ആളിന് വേണ്ടിയിട്ട് ഈ സിസ്റ്റത്തിനെ മുഴുവൻ റിഗ് ചെയ്യുകയാണ്. അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ, സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് മറ്റെല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റി. ഒരക്ഷരം പോലും തെറ്റിയില്ല. ആൻസർ ഷീറ്റ് നോക്കി ആൾക്കാരുടെ മാർക്ക് നോക്കിയതിനു ശേഷം ഈ ആളിനെ, വേണ്ടപ്പെട്ട ആളിനെ ചലഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള മറ്റുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യും. അതിനുശേഷം ഇവരുടെ എല്ലാവരുടെയും പേപ്പർ നോക്കി അതിൽ നിന്ന് ഈ വേണ്ടപ്പെട്ട ആളിനെ ഒന്നാമതെത്തിക്കാൻ വേണ്ടി അയാൾക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തതും മറ്റുള്ളവർക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള 10 ചോദ്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. അതിന്റെ മൊത്തത്തിലുള്ള മൂല്യം 158 മാർക്കാണ്. അതോടുകൂടി അതൊരു മൈനോറിറ്റി എക്സാം ആയി. 142 മാർക്കേ പിന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാലും കുഴപ്പമില്ല എന്ന് കരുതിക്കൊണ്ട് ഈ 10 ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ആൻസർ കീ ഇവാലുവേഷന് കൊടുക്കാതിരിക്കുന്നു. അതിനുശേഷം മറ്റുള്ള ആൾക്കാർ ഒന്നാമന് യാതൊരു വിധത്തിലുള്ള ചാലഞ്ചും ഉണ്ടാക്കുന്നില്ല എന്നത് ഉറപ്പിക്കുന്നതിന് ഈ രീതിയിലത്തേക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്, അതായത് ഒരു സാങ്കേതികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായി എന്ന രീതിയിലത്തേക്കുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന രീതിയിലത്തേക്ക് അവർ ലിസ്റ്റ് തയ്യാറാക്കുന്നു, പ്രസിദ്ധീകരിക്കുന്നു. അതോടുകൂടി ഈ സ്ക്രിപ്റ്റ് പ്രകാരം, അതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, അവർക്ക് വേണ്ടുന്ന, പാർട്ടിക്ക് വേണ്ടുന്ന അർഹനായിട്ടുള്ള ആൾ ഒന്നാമത് വരുന്നു. അതിനുശേഷം നടക്കുന്നത് ഇന്റർവ്യൂ ആണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു എഴുത്തു പരീക്ഷയിൽ ഒരാളിന് വേണ്ടി 158 മാർക്ക് മൂല്യനിർണ്ണയം നടത്താതെ മുക്കിയ ആൾക്കാർ ഇന്റർവ്യൂവിൽ മാർക്ക് കൊടുത്തിരിക്കുന്നതിലെ സുതാര്യത ഏത് രീതിയിലാണ് നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുക? ഇവിടെ ഒന്നുമല്ലെങ്കിൽ ആ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ആ ഷീറ്റ് അവിടെ ഉണ്ട്, ആൻസർ പേപ്പർ ഉണ്ട്. ഇന്റർവ്യൂവിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. അവർ പറയുന്നത് എന്താണോ അതാണ് അവിടുത്തെ പെർഫോമൻസ്, അതാണ് ഇവിടുത്തെ ഇവാലുവേഷൻ. അങ്ങനെ അവസാനം അയാൾക്ക് നിയമനം കൊടുക്കുന്നു. അങ്ങനെ 3 വർഷം എടുത്തിട്ട് ഈ തിരക്കഥ അവർ പൂർത്തിയാക്കുന്നു. 2 വർഷം കൊണ്ട് ഈ തിരക്കഥ അവർ പൂർത്തിയാക്കുന്നു. സത്യത്തിൽ ഇത് ഒരു സിസ്റ്റം റിഗ്ഗിംഗ് ആണ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഒരാളിന്റെ രാഷ്ട്രീയ നിയമനത്തിന് വേണ്ടി ഒരു ഭരണ സംവിധാനത്തിനെ മുഴുവൻ റിഗ് ചെയ്തിരിക്കുന്നതിന്റെ, ദുരുപയോഗിച്ചിരിക്കുന്നതിന്റെ അക്കൗണ്ടബിലിറ്റി ആർക്കാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ 6 മലയാളി MP-മാർ അവിടെ പോയി സമരം ചെയ്യുന്ന ആൾക്കാർ വന്നതിന് ശേഷം, അവരിവിടെ സമരം ചെയ്തതിന് ശേഷം പറയണം, അധികാരത്തിലില്ല ഞങ്ങളെങ്കിലും ഞങ്ങളുടെ പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടേതായിരുന്ന സർക്കാർ ഞങ്ങൾ നിയമിച്ചിരുന്ന PSC ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് PSC-യുടെ എല്ലാ സിസ്റ്റത്തിനെയും ദുരുപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ സിസ്റ്റത്തിനെ റിഗ് ചെയ്തു, അതിനെതിരെ ഞങ്ങൾ തന്നെ ഇപ്പൊ സമരം ചെയ്യുകയാണ് എന്നൊരു കുറ്റസമ്മതം നടത്തണം. സ്വയം നിർഭാഗ്യവശാൽ ശ്രീജിത്ത്, കഴിഞ്ഞ 1 മാസമായി ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പോലും നടിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? അങ്ങനെ RSSന്റെ ഹിറ്റ് ലിസ്റ്റ് പുറത്തു. ഹിറ്റ് ലിസ്റ്റ് പൂർണ്ണമായിട്ടല്ല, ഭാഗികമായി പുറത്തു. ഹിറ്റ് ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യം അറിയില്ല. കോൺഗ്രസ് നേതാക്കൾ എത്ര പേരുണ്ട്, ലീഗുകാർ എത്ര പേരുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാർ എത്ര പേരുണ്ട്, നിഷ്പക്ഷ സ്വതന്ത്ര ബുദ്ധിജീവികൾ എത്ര പേരുണ്ട്, RSSനെ സൈദ്ധാന്തികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും ആശയപരമായിട്ടും എതിർക്കുന്ന എത്ര ആളുകളുണ്ട് എന്നറിയില്ല. CPM നേതാക്കൾ ആരൊക്കെ ഉണ്ട് എന്ന് പോലും വ്യക്തതയില്ല. പക്ഷേ ഹിറ്റ് ലിസ്റ്റ് ഉണ്ട് എന്നറിയാം. അതിൽ 3ാമത്തെ പേരുകാരൻ ആരാണെന്ന് സ്വയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഡോക്ടർ ജോൺ ബ്രിട്ടാസാണ്. ബ്രിട്ടാസിനെ നമുക്കറിയാം. അദ്ദേഹം ദീർഘകാലം ദേശാഭിമാനിയുടെ ഡൽഹി ലേഖകനായിരുന്നു.
അങ്ങനെ ഡൽഹിയിൽ KV തോമസിനുള്ള അത്ര ഇല്ല എങ്കിലും അത്യാവശ്യം സ്വാധീനമൊക്കെ ഉള്ള ആൾ. ഇംഗ്ലീഷ് പറയാനറിയാം. ഡബിൾ റഹീമിൻ്റെ പോലെയല്ല. നോട്ട് ഓൺലി ബട്ട് ഓൾസോ മാത്രമല്ല, മിക്കവാറും വാക്കുകളൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ സഖാവ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് RSSൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമത്താണ്. പിന്നെ നമുക്ക് അത്ഭുതം അതില്ല, ഒന്നാമത്തെയും രണ്ടാമത്തെയും ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത്. മൂന്നാമത്തെ ആൾ ബ്രിട്ടാസ്. എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ ആൾ തന്നെ ബ്രിട്ടാസ് ആയിരിക്കും. കാരണം ബ്രിട്ടാസിനോടുള്ള അത്രയും എതിർപ്പ്, അത്രയും വിരോധം, അത്രയും വൈരാഗ്യം ഒരു RSSകാരൻ, ഒരു BJPക്കാരൻ, ഒരു ബജരംഗ് ദളുകാരൻ ഒരിക്കലും മറ്റൊരാളുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ബ്രിട്ടാസ് ആണല്ലോ ഇവരെ നിതരാം എതിർത്തുകൊണ്ടിരിക്കുന്നത്, നിതരാം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. 8നും 9നും അവരെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്, പകൽ എതിർക്കുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് പുള്ളി 3ാം സ്ഥാനക്കാരനാണെന്ന് പറയുന്നത്? അതാണ് വിനയം, അതാണ് എളിമ, അതാണ് മര്യാദ. ഏതായാലും ഹിറ്റ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ സ്വയം പേരെഴുതി ചേർത്ത സഖാവ് ജോൺ ബ്രിട്ടാസിനെ ഹാർദമായി അഭിനന്ദിക്കുന്നു ഈ നേട്ടത്തിൽ. അദ്ദേഹത്തോടൊപ്പം ഞാനും അഭിമാനിക്കുന്നു. കാരണം ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ നാട്ടിലുണ്ടെന്ന് പറയാൻ നമുക്കെന്നൊരു അഭിമാനമില്ലേ. അപ്പോൾ സഖാവേ ലാൽ സലാം, ഇതുപോലുള്ള തള്ളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തള്ളുമ്പോൾ കുറച്ച് ഭയത്തിൽ തള്ളണം. ഈ RSSകാർ ഇത്ര പൂങ്ങന്മാരാണ്, മണ്ടന്മാരാണ് നീ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തള്ളുമ്പോൾ ഭയത്തിൽ തള്ളണം എന്ന് അദ്ദേഹത്തെ വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ നേട്ടത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടും എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.